കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്വാധീന മേഖലയായ തീരദേശ വാർഡുകൾ വാർഡ് വിഭജനത്തിലൂടെ പടിപടിയായി വെട്ടിക്കുറച്ചു. 6 കോർപ്പറേഷൻ വാർഡുണ്ടായിരുന്ന കുറ്റിച്ചിറ മുഖദാർ മേഖലയിൽ ഇപ്പോൾ വെറും 2 വാർഡ് മാത്രം. കോർപ്പറേഷനിൽ UDF അംഗങ്ങളെ കുറക്കാൻ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM നടത്തിയ നീക്കമാണിതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. തെക്കേപ്പുറം എന്നറിയപ്പെടുന്ന കുറ്റിച്ചിറ മുഖദാർ മേഖലയിൽ 2010 വരെ 6 കോർപ്പറേഷൻ വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 2 വാർഡ് വിഭജനം കഴിഞ്ഞതോടെ ഈ മേഖലയിലെ വാർഡുകളുടെ എണ്ണം 2ആയി ചുരുങ്ങി. കുറ്റിച്ചിറ, ചെമ്മങ്ങാട്, ചാപ്പയിൽ, മുഖദാർ, പള്ളിക്കണ്ടി, കുണ്ടുങ്ങൽ എന്നിവയായിരുന്നു 2010 വരെ തെക്കേപ്പുറത്തുണ്ടായിരുന്ന വാർഡുകൾ. ഭൂരിഭാഗവും UDF നിലനിർത്തുന്ന വാർഡുകൾ. 2010 വാർഡ് വിഭജനത്തിൽ ഈ പ്രദേശത്തെ 4 വാർഡുകളിലേക്ക് ചുരുക്കി. കുറ്റിച്ചിറ, മുഖദാർ, വലിയങ്ങാടി വാർഡുകൾ കൂടാതെ ചില ഭാഗങ്ങൾ ചാലപ്പുറം വാർഡിലും ഉൾപ്പെടുത്തി. ഇത്തവണത്തെ പുനഃസംഘടന കൂടി കഴിഞ്ഞതോടെ ഈ പ്രദേശത്തെ വാർഡുകൾ കുറ്റിച്ചിറയും മുഖദാറും മാത്രമായി മാറി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ കോർപ്പറേഷനിലെ ഏറ്റവും ജനസംഖ്യയുള്ള വാർഡുകളായി ഇവ മാറി. മുഖദാറിൽ 10,000-ലധികവും കുറ്റിച്ചിറയിൽ 10,000-ഓളവും വോട്ടർമാരുണ്ട്. 3,000-ൽ താഴെ വോട്ടർമാരുള്ള വാർഡുകളുള്ള കോർപ്പറേഷനിലാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. വാർഡുകൾ ഇല്ലാതാക്കി കോർപ്പറേഷനിലെ UDF പ്രാതിനിധ്യം കുറയ്ക്കാനാണ് CPM ശ്രമിച്ചതെന്ന വിമർശനം ശക്തമാണ്. ഇത് ബോധപൂർവം ആ പ്രദേശത്തെ അവഗണിക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നിഗൂഢമായ താല്പര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാർഡ് വലുതായതോടെ വികസന പ്രവർത്തനങ്ങളടക്കം മേഖലയ്ക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെയായി. പ്ലാൻ ഫണ്ടും അതുപോലെ മറ്റു ഫണ്ടുകളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെടുന്നത്. അത് ഇങ്ങനെ 2ആയി ചുരുങ്ങുമ്പോൾ വലിയ പ്രയാസം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വാർഡുകൾ വിഭജിക്കുന്നതെന്ന് കോർപ്പറേഷൻ അധികൃതർ വിശദീകരിക്കുന്നു. ഭാവി വാർഡ് വിഭജനത്തിലെങ്കിലും പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ വേണമെന്നാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.